ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോഷ്യ ബേസിക് സ്റ്റിച്ചസിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നിങ്ങൾ ക്രോഷ്യ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. അപ്പോൾ ക്രോഷ്യ ബേസിക്സ് പഠിക്കാൻ വേണ്ടി കുറേ സാധനങ്ങളൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു കളറിയാണ്, പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഹുക്കും മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ചാണ്. ഇത് ക്രോഷ്യ പഠിക്കുന്ന എല്ലാവരും ആദ്യം തന്നെ ചെയ്ത് നോക്കുന്ന ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യണം. സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കി നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞൊന്ന് കുറച്ചും കൂടി നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഈ സ്ലിപ്പ് നോട്ടിൻ്റെ ഉപയോഗം എന്താണെന്നറിയോ? നിങ്ങൾ സാധാ പോലെ കെട്ടിട്ട ശേഷം എങ്ങനെയും വെച്ച് പ്രൊജക്റ്റ് തെറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അഴിക്കുമ്പോൾ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ചെയ്ത് തുടങ്ങേണ്ടി വരും. ഇതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിക്കുമ്പോൾ തന്നെ ആ സ്ലിപ്പ് നോട്ട് തന്നെ അങ്ങ് പൊക്കോളും. അതുകൊണ്ട് അവിടുത്തെ ഞാൻ വേസ്റ്റ് ആവില്ല. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രോഷ്യ ബേസിക് സ്റ്റിച്ചസ് പഠിക്കുന്നതിന് മുന്നേ തന്നെ ഇത് പഠിക്കണം. ഇത് വലിയ കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇനി എങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആ യാണിനെ ജസ്റ്റ് ഒന്ന് ചുറ്റിയ ശേഷം നിങ്ങൾ താഴത്തുള്ള ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴാണ് ഒരു ചെയിൻ സ്റ്റിച്ച് കിട്ടണത്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് ഒന്ന് യാണോർ ചെയ്യുക. യാണോർ എന്ന് പറയുന്നത് ജസ്റ്റ് ആ നൂലിങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക. ചുറ്റിയിട്ട് താഴത്തുള്ള ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴാണ് ചെയിൻ സ്റ്റിച്ച് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്തെടുക്കുക. ഇത് വേണമെങ്കിൽ ബ്രേസ്ലെറ്റൊക്കെ പോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് അതാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് സിംഗിൾ ക്രോഷയാണ്. സിംഗിൾ ക്രോഷ നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിനെയും കാട്ടിയും ഒരു ഇത്തിരി വലിപ്പം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതുപോലെ കുറച്ച് വലിപ്പം കൂട്ടണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത ശേഷം ഞാൻ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് കടത്തി യാണോർ ഇത് വലിച്ചെടുക്കുമ്പോൾ 2 ലൂപ്സ് കിട്ടുന്നുണ്ട്. ആ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടി യാണോവർ ഇത് വലിച്ചെടുക്കുമ്പോഴാണ് സിംഗിൾ ക്രോഷ്യ കിട്ടുന്നത്. ഒന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് കടത്താൽ യാണോവർ ഇത് വലിച്ചെടുക്കുമ്പോൾ 2 ലൂപ്സ് ഉണ്ടാവും. ആ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടി യാണോവർ ഇത് വലിച്ചെടുക്കുമ്പോഴാണ് സിംഗിൾ ക്രോഷ്യ കിട്ടണത്. ഇത് ചെയ്യാൻ വേണ്ടി ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. തെറ്റാണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ സിംഗിൾ ക്രോഷ്യ കിട്ടും. അപ്പോൾ ഇത്രയുള്ള സിംഗിൾ ക്രോഷ്യ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ചിനെക്കാട്ടും കുറച്ച് വലിപ്പം കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. അതിനായിട്ട് നമ്മൾ ചെയ്യണതിന് മുന്നേ തന്നെ ഒരു യാണോവർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കടത്തി വീണ്ടും യാണോവർ ചെയ്യുക. അപ്പോൾ 3 ലൂപ്സ് കിട്ടും. അപ്പോൾ നമ്മൾ യാണോവർ ചെയ്ത് ആ 3 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടിയും വലിച്ചെടുക്കുക. അപ്പോഴാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കിട്ടുക. ഒന്നുകൂടി പറഞ്ഞുതരാം. യാണോവർ ചെയ്ത് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കടത്തി വീണ്ടും യാണോവർ ചെയ്ത് 3 ലൂപ്സ് കിട്ടും. ആ 3 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടിയും നിങ്ങൾ യാണോവർ ചെയ്ത് കടത്തി കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഡബിൾ ക്രോഷ്യ കിട്ടും. ഇത് ചെയ്യാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. നിങ്ങൾ ആദ്യത്തേൽ ഒരു വട്ടം യാണോവർ ചെയ്തു, പിന്നത്തെ യാണോവർ ചെയ്തില്ല, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തെറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളത്. പിന്നെയുള്ള എല്ലാ പ്രൊജക്റ്റിലും ഇതുപോലെ തന്നെ തെറ്റ് ആവർത്തിച്ച് വരും. അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ഫുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളുടെ സിംഗിൾ ക്രോഷ്യയും ഹാഫ് ഡബിൾ ക്രോഷ്യയും തമ്മിൽ ഇത്ര ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് സിംഗിൾ ക്രോഷ്യനെയും കാട്ടിയും കുറച്ച് ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡബിൾ ക്രോഷ്യയാണ്. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം യാണോവർ എഴുതുക. എന്നിട്ട് നിങ്ങൾ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് കടത്തി വീണ്ടും യാണോവർ ചെയ്ത് വലിച്ചെടുക്കുമ്പോൾ 3 ലൂപ്സ് കിട്ടും. ഇനി നിങ്ങൾ യാണോവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ബാക്കി 2 ലൂപ്സും കൂടി ഉണ്ടാവും. ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും വീണ്ടും യാണോവർ ചെയ്ത് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴാണ് ഒരു ഡബിൾ ക്രോഷ്യ കിട്ടണത്. ഇതിലാകെ കൂടി ഒരു വ്യത്യാസമുള്ളൂ. നമ്മൾ നേരത്തെ ആ 3 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെയും കടത്തായിരുന്നു. ഇത് ആദ്യത്തെ 2 കടത്തും, എന്നിട്ട് വീണ്ടും യാണോവർ ചെയ്തിട്ട് 2 കൂടെ കടത്തും. ഇത് മാത്രമാണ് ഒരു ചെറിയ വ്യത്യാസമുള്ളത്. ബാക്കിയുള്ളത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ പോലെ തന്നെയാണ്. പക്ഷേ ഹാഫ് ഡബിൾ ക്രോഷ്യനെക്കാട്ടിയും കുറച്ച് വലിപ്പം ഉണ്ടാവും ഇത് ചെയ്ത് വരുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത് തന്നെ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. യാണോവർ ഇതൊരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് കടത്താം. എന്നിട്ട് വീണ്ടും യാണോവർ ഇത് വലിച്ചെടുക്കുമ്പോൾ നമ്മളതിൽ ഫുള്ളി 3 ലൂപ്സ് ഉണ്ടാവും. ആദ്യം യാണോവർ ചെയ്ത് ആ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. വീണ്ടും യാണോവർ ചെയ്ത് ബാക്കിയുള്ള 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് നോക്കാം. നിങ്ങൾക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യനെയും കാട്ടിയും ഇത്തിരി കൂടി ഹൈറ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് നോക്കിയാൽ മതി. ഇത്തിരി കൂടിയും ഹൈറ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ നോക്കാം. ട്രിപ്പിൾ ക്രോഷ്യ നമ്മൾ ഡബിൾ ക്രോഷ്യനെയും കാട്ടിയും ഇത്തിരി അധികം ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു വട്ടമല്ലേ യാണോവർ ചെയ്തിരുന്നത്. ഇത് ചെയ്യണതിന് മുന്നേ 2 വട്ടം യാണോവർ ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് കടത്തുക. വീണ്ടും യാണോവർ ചെയ്ത് വലിച്ചെടുക്കുമ്പോൾ ഫുള്ള് 4 ലൂപ്സ് ഉണ്ടാവും. ആദ്യം യാണോവർ ചെയ്ത് ആ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക. വീണ്ടും യാണോവർ ചെയ്ത് ബാക്കിയുള്ള ആ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക.
ബാക്കി 2 ലൂപ്സും കൂടി ഉണ്ടാവും. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്ത ബാക്കിയുള്ള 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി കൊടുക്കുമ്പോഴാണ് ഒരു ട്രിപ്പിൾ ക്രോഷേ കിട്ടുന്നത്. അപ്പം ഞാൻ ഒരു വട്ടം കൂടി പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ ഒരു 2 വട്ടം യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് കടത്തുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കുമ്പോൾ 4 ലൂപ്പ് ഉണ്ടാവും. അപ്പോൾ ആദ്യം യാൺ ഓവർ ചെയ്ത് 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കടത്തുക, വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക, എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് ബാക്കിയുള്ള 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുമ്പോഴാണ് ട്രിപ്പിൾ ക്രോഷേ കിട്ടണത്. ഇത് ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ട്രിപ്പിൾ ക്രോഷേയുടെയും ഡബിൾ ക്രോഷേയുടെയും ഹൈറ്റ് ഡിഫറൻസ് നോക്കാം. അപ്പോൾ നമ്മളുടെ ഡബിൾ ക്രോഷേനും കാട്ടിയും ഇത്തിരി അധികം ഹൈറ്റ് ഉണ്ടാവും ട്രിപ്പിൾ ക്രോഷേ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് ഡബിൾ ക്രോഷേനും കാട്ടിയും കുറച്ചുകൂടി ഹൈറ്റ് വേണമെങ്കിൽ ട്രിപ്പിൾ ക്രോഷേ ചെയ്താൽ മതി. ഇനി നമുക്ക് മാജിക് റിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതെല്ലാവരും നല്ലോണം കറക്റ്റായിട്ട് തന്നെ പഠിച്ചിരിക്കണം. ഇത് അമിഗുറുമി പിന്നെ അതുപോലെ തന്നെ ബൊക്കെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ആവശ്യം വരും. അപ്പോൾ അതിനായിട്ട് ഈ വീഡിയോയിൽ കാണിക്കണ പോലെ കറക്റ്റായിട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങളിത് നോക്കാണ്ട് ചെയ്യുമ്പോൾ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിതിൽ നോക്കി കറക്റ്റായിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മാജിക് റിങ് കിട്ടും. ആ മാജിക് റിങ്ങിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം, സിംഗിൾ ക്രോഷേ ചെയ്യാം, ഡബിൾ ക്രോഷേ ചെയ്യാം, ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാം. ഏത് ചെയ്താലും കറക്റ്റായിട്ട് ഒരു സർക്കിൾ പോലെ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡബിൾ ക്രോഷേ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിച്ച് ചെയ്യാം. അത് ഓരോ പ്രൊജക്റ്റിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും ഏത് സ്റ്റിച്ചാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനിപ്പോൾ വെറുതെ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര തന്നെ നിങ്ങൾക്ക് ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ആവശ്യമുള്ള അത്ര ഡബിൾ ക്രോഷേ ചെയ്ത ശേഷം താഴത്തുള്ള യാൺ പിടിച്ചിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ആ സർക്കിൾ ക്ലോസ് ആവും. അപ്പോൾ ഇതൊരു ഹാഫ് സർക്കിൾ പോലെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചില്ലേ അതിൻ്റെ മുകളിലേക്ക് ഹുക്കിനിങ്ങനെ കടത്തിയ ശേഷം യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് 2 ലൂപ്സ് കിട്ടും. ഇനി നമ്മൾ യാൺ ഓവർ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ആദ്യത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ മറ്റേ ലൂപ്പിന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ തന്നെ ഇതൊരു ഫുൾ സർക്കിളായിട്ട് മാറും. അപ്പോൾ ഇത്രയുള്ളൂ ബേസിക് സ്റ്റിച്ചസ്. ഇനി നമ്മൾ എന്തൊക്കെ സ്റ്റിച്ചസ് ചെയ്തു എന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്തു, സിംഗിൾ ക്രോഷേ ചെയ്തു, ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു, ഡബിൾ ക്രോഷേ ചെയ്തു, ട്രിപ്പിൾ ക്രോഷേ ചെയ്തു ആൻഡ് മാജിക് സർക്കിളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ ഇത്രയുള്ളൂ. എല്ലാവർക്കും ബായ്.